ഹായ് എവ്രി വൺ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു ഹാപ്പി എൻഡിങ് ഉണ്ടാകുമോ എന്നാണ് നോക്കുന്നത് കേട്ടോ. ഓക്കെ, സോ ഞാൻ എന്നും പറയുന്ന പോലെ നല്ല പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുക, നല്ല കർമ്മങ്ങൾ ചെയ്യുക. അതാണ് നിങ്ങളുടെ ഭാവിയെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഭാവി എന്താവും എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഇപ്പോഴത്തെ പ്രസൻറ്റ് മൊമെൻറ്റത്തെ കർമ്മം നല്ലതാണെങ്കിൽ നിങ്ങൾ ഭാവി സൂപ്പറായിട്ടായിരിക്കും. ഇല്ല, നിങ്ങൾ മോശമായിട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുക, കുറ്റപ്പെടുത്തുക, ഇല്ലാത്ത തെറ്റിനൊക്കെ ബാക്ക് സ്റ്റാബ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, കൂട്ടമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടി നിൽക്കുന്ന ഈ കൂട്ടങ്ങൾ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കില്ല. എപ്പോൾ വേണമെങ്കിൽ എല്ലാവരും സെപ്പറേറ്റ് ചെയ്ത് പോവാം. അങ്ങനെയാണ്. ഒന്നും അറ്റാച്ച്മെൻ്റ് ആയിരിക്കാൻ ഈ ഒരു കാലത്ത് നമുക്ക് സാധിക്കില്ല. ഡിറ്റാച്ച്മെൻറ്റ് പഠിപ്പിക്കുന്ന കാലമാണ്. അപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റ് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്സ് ചെയ്യാം. ഞാൻ 2 പൈലെടുക്കാം കേട്ടോ. അവിടെ 2 പൈലിൽ ഒന്ന് 3-3-3 ഒന്ന് 3-6 ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 3-3 വായിക്കാം കേട്ടോ. 3-3-3 എന്ത് മെസ്സേജസാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്ന് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു കൂടിച്ചേരലുണ്ടാകുമോ, നിങ്ങൾ തമ്മിൽ ടുഗദർ ആകുമോ എന്നാണ് നോക്കുന്നത്. ഓക്കെ, ഏസ് ഓഫ് വാൻസ് ഉണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു ടുഗദർനെസ് വേണമെങ്കിൽ അവർ ആക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കണം. 5 ഓഫ് കപ്സ് ആണ്. ഇങ്ങനെ ഈ എനർജിയിൽ നിന്നത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും കൂടിച്ചേരില്ല. 2 പേരും വർക്ക് ചെയ്യണം. ഒരു കാര്യം നടക്കണമെങ്കിൽ 2 പേരും വർക്ക് ചെയ്യണം. യെസ്, സ്റ്റാർ കാർഡ് കാണിക്കുന്നു. 6 ഓഫ് വാൻസ്, സ്റ്റാർ റിവേഴ്സാണ്. ഓക്കെ, 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ക്രൂഷ്യൽ 3 ഓഫ് സോഡ്സും ഉണ്ട്. ബോട്ടം നോക്കാം, കിങ് ഓഫ് സോഡ്സ് ആണ്. അത് ക്രൂഷ്യലായിട്ടുള്ള ഒരു വേക്കൻ നടക്കുന്ന സമയത്ത് മേ ബി നിങ്ങൾ പോയിട്ട് അവരെ ചേസ് ചെയ്യുന്നുണ്ടായിരിക്കും, മെസ്സേജ് ചെയ്യുന്നുണ്ടായിരിക്കും. അവരെ വേക്കണിനെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് സ്റ്റാർ കാർഡ് വേക്കണിങ് റിവേഴ്സായിട്ട് വരുന്നത്. അവരുടെ വേക്കണിങ് പോകുന്നത് നിൽക്കുന്നുണ്ട്. നിങ്ങൾ പോയിട്ട് സംസാരിക്കുന്നുണ്ടായിരിക്കും, അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതൊക്കെ നിങ്ങളുടെ കണക്ഷനെ ലാഗാക്കുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ റിയൂണിയൻ ആവാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ചെയ്യുന്നുണ്ട്. മീൻസ് നിങ്ങളെ റിയൂണിയൻ നിങ്ങൾ കണ്ടൻറ്റ് ആവാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ ലാഭം ലഭിക്കുന്നതാണ്. പക്ഷെ ഒരു പേഴ്സൺ തമ്മിൽ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ കൂടിച്ചേരാൻ വേണ്ടിയിട്ടോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഡിലേ ആക്കുന്നതാണ്. ഇപ്പോഴും നിങ്ങൾ ഈ ഹാർട്ട് ചക്രയിൽ നിന്നിട്ടാണ്. പിന്നെ ഒരുപാട് പേര് കാണുന്നുണ്ട്. ഞാനത് ഇതായിട്ട് പറയല്ല കേട്ടോ. ഒട്ടും ഫോർഗിവ്നെസ് ചെയ്യാൻ പറ്റാത്തവരും ഒന്നും ഹീലാവാത്തവർ പോയിട്ട് ഒരു വലിയ സ്പിരിച്വൽ ആയിട്ടുള്ള കോഴ്സസ് പഠിക്കുകയാണ്. ശരിക്കും ഞാൻ പറയുന്നത്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ പഠിച്ച് കഴിഞ്ഞാൽ മറന്നുപോയി. ടാരോ തന്നെ ചുമ്മാ പഠിച്ചു നോക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി ക്യൂരിയോസിറ്റിക്ക് പഠിച്ചിട്ട് പ്രാക്ടീസ് സെഷന് വരുമ്പോൾ ഒന്നും ആയിട്ടില്ല, പഠിച്ചിട്ടില്ല. അപ്പോൾ എവിടെയും എന്ത് കോഴ്സ് നിങ്ങൾ സ്പിരിച്വൽ പഠിക്കാൻ പോകുമ്പോൾ അത് ആത്മാർത്ഥതയോടെ സോൾ പർപ്പസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ബോധ്യത്തോടെ മാത്രം പഠിക്കുക. നിങ്ങൾ കയ്യിൽ ധനമുണ്ടെന്ന് കരുതി വെറുതെ പഠിച്ചു പോകുന്നത് എന്താണെന്ന് നോക്കാൻ വേണ്ടി അങ്ങനെ ക്യൂരിയോസിറ്റിക്ക് വരരുത്. കാരണം നമ്മൾ പഠിക്കുന്ന എനർജി നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് ബാക്ക് എനർജി തിരിച്ച് നിങ്ങൾക്ക് ബ്ലോക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ കുറേ പേര് റേക്കിയൊക്കെ പഠിച്ചിട്ട് അതൊന്നും യൂസ് ചെയ്യാൻ അറിയാതെ ചുമ്മാ ഇരിക്കുക. അപ്പോൾ ഞാൻ ചോദിക്കും, എനിക്ക് റേക്കിയൊക്കെ പഠിച്ചിട്ടുണ്ട് മാം. അപ്പോൾ ഞാൻ അതൊക്കെ വെച്ച് നിങ്ങൾ ഹീൽ ചെയ്യും, നിങ്ങളുടെ കരിയറും കാര്യങ്ങളും അതൊന്നും എനിക്കറിയില്ല, അതിനുള്ള എനർജി എനിക്ക് വരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ്? ബേസായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഫോർഗീവ്നെസ് ആദ്യം ചെയ്യേണ്ടത് ഫോർഗീവ്നെസ് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ മാത്രമാണ് ഇങ്ങനത്തെ വലിയ കോഴ്സസ് പഠിക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവാതെ ചുമ്മാ അത് നെഗ്ലക്റ്റ് ചെയ്ത് കളയുമ്പോൾ ആ പഠിപ്പിച്ച ഗുരു അതിനൊക്കെ ബ്ലോക്കായിട്ട് വരുന്നതാണ്. ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വെറുതെ നിങ്ങളുടെ ഫ്രണ്ട്സ് പഠിക്കേണ്ടത് കരുതി ചാടിക്കയറി പഠിക്കാതിരിക്കും. നിങ്ങളുടെ സോളിനത് ആവശ്യമാണെങ്കിൽ മാത്രം ആ സോളിനുള്ള ഫുഡാണ് ഇതൊക്കെ കൊടുക്കുക. ഓക്കെ, കാരണം നിങ്ങളിപ്പോഴും 5 ഓഫ് കപ്സിലാണ് നിൽക്കുന്നത്. ഒരുപാട് പേര് ഇപ്പോഴും ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് യൂണിയനെ ക്ലെയിം ചെയ്യുകയാണ്. നിങ്ങൾ ഹീൽ ചെയ്യാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് എനർജി വരിക? ഒരിക്കലും യൂണിവേഴ്സിനെ നിങ്ങൾ പഠിക്കാൻ സാധിക്കില്ല. നിങ്ങൾ കംപ്ലീറ്റ്ലി, ഞാൻ പറഞ്ഞു, ഒരു 90 അല്ലെങ്കിൽ 85% നിങ്ങൾ കംപ്ലീറ്റ്ലി എല്ലാ ചക്രയും ഹീൽ ചെയ്ത് ഷാഡോ വർക്ക്സും ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് റിയൂണിയൻ പോസിബിലിറ്റി ഉണ്ടാവുള്ളൂ. അതുവരെ നിങ്ങൾക്ക് ഓരോരോ ലെസൺസും പാഠങ്ങളും ടെസ്റ്റും ഡിവൈൻ ഡെയിലി ടെസ്റ്റായിട്ട് തരും. അതൊക്കെ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെയും ആ ലൂപ്പിൽ നിങ്ങൾ കിടക്കുന്നത് കാണാറുണ്ട്. ലൈവൊക്കെ റീഡ് ചെയ്യുമ്പോൾ സെയിം ആൾക്കാർ സെയിം ക്വസ്റ്റ്യൻസ് ഈ യൂണിയന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് കാണാറുണ്ട്.
എത്ര പറഞ്ഞു കൊടുത്താലും അവർ മാറുന്നില്ല. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ മാറ്റം വരുന്നില്ല. അവരങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് ആ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് എപ്പോഴും ചോദിക്കാനുള്ളത്. വിച്ച് മീൻസ് ദർ ഇസ് നോ ചേഞ്ച്. അവരും ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്? സോ ഇതിലും പറയുന്നത് അത് തന്നെ. 5 ഓഫ് കപ്സ്, നിങ്ങൾ ഇപ്പോഴും ആ നഷ്ടത്തിനെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. നഷ്ടപ്പെട്ടു. എന്താണ് നഷ്ടപ്പെട്ടത്? ഒരു പേഴ്സൺ നഷ്ടപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? ആ ഒരു പെയിൻ അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ്. അപ്പോൾ ആ ഗ്യാപ്പ് നിങ്ങൾക്ക് കൊടുത്തൂടെ? അതാണ് സെൽഫ് ലവ്. ആ ഒരു ബോധ്യത്തിലാണ് സെൽഫ് ലവിലേക്ക് വരുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് വന്നത്. നമ്മൾക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സെൽഫ് ലവിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു, പഠിക്കുന്നു, നമ്മളെ കണ്ടുപിടിക്കുന്നു. പല കാര്യങ്ങൾ മേഖലയിൽ നമ്മൾ വളർന്നു വരുന്നുണ്ടായിരിക്കും. നമ്മൾ ഭയങ്കര കോൺഫിഡൻസ് വരുന്നു. അങ്ങനെ റൂട്ട് ചക്ര, അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഭയങ്കര കോൺഫിഡൻറ്റ് ആയിരിക്കും നമ്മൾ. നിങ്ങൾ എത്ര ചലഞ്ചസ് വന്നാലും നിങ്ങൾക്ക് നേരിടാനുള്ള ശക്തി ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്, 5 ഓഫ് കപ്സ് ആണ്. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന പേഴ്സൺ. ഫിനാൻഷ്യലിയും നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. റിലേഷൻഷിപ്പ് വൈസ് ആണെങ്കിലും ഇല്ല. കാരണം നിങ്ങൾക്ക് സെൽഫ് ലവ് ഇല്ല. സെൽഫ് ലവ് ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു റീയൂണിയൻ പോസിബിലിറ്റിയിലേക്കും വരാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഹാപ്പി എൻഡിങ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാപ്പി എൻഡിങ് തന്നെ കാണിക്കുന്നുണ്ട്. അത് എപ്പോഴാണ് നിങ്ങൾ ഇതൊക്കെ പഠിച്ചതിന് ശേഷം എവേക്കണിങ്ങും കറക്റ്റായിട്ട് വരുമ്പോൾ. നിങ്ങളുടെ ഈഗോ ലെവലിൽ ഇപ്പോഴും വിടാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ റീയൂണിയൻ ആവില്ല കേട്ടോ. കാരണം താഴെ അഗെയിൻ ഹാർട്ട് ഓഫ് 3 ഓഫ് സോഡ്സ് ആണ്. ഹൃദയത്തിൽ 3 കത്തികൾ അല്ലെങ്കിൽ വാളാണ് കേട്ടോ. 3 വാളുകൾ എന്ന് പറഞ്ഞാൽ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. ഇതിൽ ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ആ ഹൃദയത്തിന്. നിങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിന് ശേഷമാണ് ആ വാളുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പാടുള്ളൂ. നിങ്ങൾ വന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെ സിംഗിളായിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ് ട്വിൻ ഫ്ലെയിംസ് അല്ലെങ്കിൽ കാർമിങ്സ്, ടോക്സിക് പാറ്റേൺസ്, സോൾമേറ്റ്സ്. ഇതൊക്കെ നമുക്ക് ഒരു തീ കത്തുമ്പതിലേക്ക് ഒഴിക്കുന്ന എണ്ണ പോലെ നമ്മൾ ആളി കത്താനും നമ്മളറിയാനും അല്ലെങ്കിൽ നമ്മളുടെ കർമ്മക്കണക്കിന് വേണ്ടിയിട്ടാണെന്നുള്ള ബോധ്യത്തോടെ പോകും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പൈൽ 3 ചോദിച്ചവർക്ക് നിങ്ങൾ തമ്മിലൊരു കൂടിച്ചേരലുണ്ടാകുമോ ചോദിച്ചു. ഡെഫിനറ്റ്ലി ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. 6 ഓഫ് വാൻസ് കാണിക്കുന്നു. പക്ഷേ നിങ്ങൾ ഈ എനർജി നിൽക്കുമ്പോൾ ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഈ എനർജിയെ മറികടന്ന് നിങ്ങളുടെ ഒരു ഒതൻറ്റിക് സെൽഫിലേക്ക് വന്ന് നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് നിങ്ങളുടെ ഹാർട്ട് ചക്രയെയും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റീയൂണിയൻ പോസിബിലിറ്റിക്ക് ചാൻസസ് ഹൈ ആയിട്ട് വരുന്നുണ്ട്. ഈഗോ കംപ്ലീറ്റ് ഷാറ്റർ ചെയ്യണം കേട്ടോ. ഈഗോടൊപ്പം സംഭവിക്കണം. ഞാൻ പുതിയതായിട്ട് കുറച്ച് ഷീറ്റ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. പഴയതൊക്കെ ഞാൻ കളഞ്ഞു. പുതിയത് ഇരുന്ന് ഇൻഡ്യൂറ്റീവിൽ എഴുതിയ മെസ്സേജസാണ്. നമുക്ക് നോക്കാം ഇത് മാച്ചായിട്ട് വരുന്നുണ്ടോ. 1 2 3 4 5 5 കിട്ടിയിട്ടുണ്ട് ഫസ്റ്റത്തെ. ഓക്കെ, മിസ്സിങ് യു എ ലോട്ട്. അവരൊരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാർഡിനും ഈ ഒരു 5 ഓഫ് കപ്സും അത് പറയാം. നിങ്ങളെ മിസ് ചെയ്യുന്നു. സെപ്പറേഷൻ പെയിൻ ആണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് സോൾമേറ്റ്സ്. അവർക്ക് നിങ്ങളെ ഒരു സോൾമേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. റീയൂണിയൻ ഈസ് നിയർ. റീയൂണിയനൊക്കെ അടുത്ത് തന്നെയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കുറച്ച് ഷാഡോ വർക്ക്സും ഹീലിങ്സും കൂടി ചെയ്യാം. അബാൻഡൻമെൻറ്റ് ആൻഡ് റിജക്ഷൻസ്. ഇതിൽ അബാൻഡൻമെൻറ്റ് ഇഷ്യൂ ഉണ്ട്, റിജക്ഷൻസ് ഉണ്ട്. അതാണ് ഷാഡോ വർക്ക്. അത് ചെയ്യാം. ഡേറ്റ്സ് പറയുന്നത് 15 18 21 23 20. ഈ ഡേറ്റ്സ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ആണെങ്കിൽ നിങ്ങൾ അത് എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് പൈലിൻ്റെ മെസ്സേജസ്. അപ്പോൾ അവർക്ക് നിങ്ങളുമായിട്ട് ഒന്നിക്കാൻ ആഗ്രഹമുണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ അവരും പെയിൻഫുൾ സിറ്റുവേഷനിലാണ്. നിങ്ങളും ആ ഒരു പെയിൻ ആയിട്ടുള്ള ഹാർട്ട് ചക്രയിൽ ഹീൽ ചെയ്യുമ്പോൾ അവർക്കും ആ എനർജി റിസീവ് ആവുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ഈഗോ സെൽഫിൽ നിന്ന് പ്ലേ ചെയ്യാതിരിക്കുക. ജസ്റ്റിസ് കാർഡ് റിവേഴ്സാണ്. ബാഡ് കർമ്മയാണ് ഇപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഡബിൾ എനർജിയും കൂടി കാണിക്കുന്നുണ്ട്. നന്നായിട്ട് ക്ലെൻസ് ഒക്കെ ചെയ്യാം. ബ്ലാക്ക് മാജിക് എനർജി ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ഇന്നലെ ഒരു ഹീലിംഗ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് മനസ്സിലെടുത്തില്ല. കാരണം ബ്ലാക്ക് മാജിക് എനർജി വരുന്ന ആളുകളുടെ എനർജിയും കൂടി ഞാൻ റിസീവ് ചെയ്യണം. അത് നിങ്ങൾ ഓരോരുത്തരും നന്നായിട്ട് ക്ലെൻസ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ പ്രവർത്തികൾ നന്നാക്കുക. സോളാർ പ്ലെക്സസ് ചക്രയിൽ ഒരു 21 ഡേയ്സോ അല്ലെങ്കിൽ 90 ദിവസവും സോളാർ പ്ലെക്സസ് ചക്രയിൽ ബീച്ച് മതം നന്നായിട്ട് ചെയ്യുക. നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കും. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മെല്ലെ എനർജി പോകുന്നതാണ്. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് പൈലിൻ്റെ റീഡിംഗ് വന്നത്. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് പൈൽ നോക്കാം. ഞാനൊന്ന് ഷഫിൾ ചെയ്യട്ടെ. ഞാനൊന്ന് ക്ലെൻസ് ചെയ്യട്ടെ കേട്ടോ. യൂണിവേഴ്സ്, സ്പിരിറ്റ്സ്, ഏഞ്ചൽസ്. ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് പൈലാണ് എന്ന് പറയുന്നത്. ഏതാണ്? 36 കേട്ടോ. 36 ആണ് പറയുന്നത്. 36 എന്ത് മെസ്സേജസ് ആണ് നിങ്ങൾക്ക്? ലൈക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ പോസിബിലിറ്റി, നിങ്ങൾ ഈ ഒരു ലൈഫ് ടൈമിൽ ഒന്നിക്കുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതാണ് നോക്കുന്നത്. യൂണിവേഴ്സ്, സ്പിരിറ്റ്സ്, ഏഞ്ചൽ നിങ്ങളെ പേഴ്സണുമായിട്ട് ഈ ലൈഫ് ടൈമിൽ ഒരു ഒന്നിക്കൽ സാധ്യത ഉണ്ട്. 3 കാർഡ് വന്നു.
ഹെർമിറ്റാണ് നിങ്ങളുടെ സോൾ സെർച്ചിങ്ങിന് വേണ്ടി വന്നത്. നിങ്ങൾ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് നിങ്ങളെ കണ്ടുപിടിക്കാൻ, നിങ്ങളെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഹെർമിറ്റാണ്. ഈസ് ഓഫ് പെൻഡക്റ്റൽസ്. കൂടെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി അബണ്ടൻ്റ് ആവാനും, ഡെത്ത് ഉണ്ട്, ട്രാൻസ്ഫോർമേഷൻസ് കൊണ്ടുവരാനും. പേജ് ഓഫ് സോർട്സ്. ഓക്കെ, പാസ്റ്റിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്, നിങ്ങളും ഇപ്പോൾ നിൽക്കുന്നത്. ഓ മൈ ഗോഡ്, അത് തന്നെയാണ് ആ പെയിൻ കാണിക്കുന്നത്. 10 ഓഫ് സോർട്സ് ആണ് കേട്ടോ. ബോട്ടം. ഈ ഒരു പൈൽ ചൂസ് ചെയ്തവരുടെ റീഡിങ്സ് അവർ പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളും ഇതാ ഈ എനർജിയാണ്, മരിച്ചു ഇനി ജീവിക്കാനൊന്നുമില്ല, ലൈക്ക് അത്രയും എനർജി ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനത്തെ എനർജിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഒന്നാവുന്നത്? നിങ്ങൾക്കത് ചിന്തിക്കാൻ പോലുള്ള വൈബ്രേഷൻസ് ഉണ്ടല്ലേ ക്രൗണിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നഷ്ടപ്പെടൽ എല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാണ്. അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളി പഠിക്കുക. അത് പാഠങ്ങൾ പഠിക്കാതെ ആകുമ്പോൾ എഗെയിൻ സിറ്റുവേഷൻസ് വേറെ ലൂപ്പ് രീതിയിൽ വരും. ഓരോ സിറ്റുവേഷൻസും ഓരോ കാര്യങ്ങളും ചലഞ്ചസ് വരുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വന്നത്? ആ ബുദ്ധി കൊണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടത്? അങ്ങനല്ലേ, ബുദ്ധിമുട്ടുന്നല്ല അല്ലേ? ആ ബുദ്ധിയെ ബ്ലോക്ക് ചെയ്യുന്ന എന്താണ് വന്നത്? ആ ബുദ്ധിയോടെ ചിന്തിച്ച് സബ് കോൺഷ്യസ് ലെവലിലൊക്കെ ചിന്തിച്ചോ ഇതാണ് എനിക്ക് വന്ന പണി, ഇത് ഞാൻ കറക്റ്റ് ചെയ്യുമ്പോൾ പിന്നെ ആ ഒരു സിറ്റുവേഷൻസ് വരില്ല. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് എവിടെയാണ് കറക്റ്റ് ചെയ്യാൻ, അവിടേക്ക് നെക്സ്റ്റ് വരും. ചാരിറ്റി. ഇപ്പോൾ ഞാൻ എവിടെ പോകുമ്പോൾ ഇപ്പോൾ ആരെങ്കിലൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും ചോദിക്കും. ഈ ഒരു സമയത്ത് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എന്നേലുള്ളത് ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഫുഡായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഡിവൈൻ. കൊടുക്കുക, നിങ്ങളൊക്കെ ഉള്ളത് കൊടുക്കില്ലെങ്കിൽ അവർക്ക് എനർജി ബ്ലെസ് ചെയ്ത്. ചില സമയത്ത് എൻ്റെ കയ്യിലൊന്നും ഉണ്ടാവില്ല, അപ്പോൾ ഞാൻ എനർജി ബ്ലെസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരു കർമ്മക്കൾക്ക് സെറ്റിൽമെൻറ്റ് ചെയ്ത് വേഗം അവർ നല്ല ഒരു ലൈഫിലേക്ക് വരട്ടെ. അത് വലിയൊരു ബ്ലെസ്സിങ്സ് ആണ്. ഹീലറായിക്കൊണ്ട് ഇങ്ങനെ കൈകൊണ്ട് ബ്ലെസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ എനർജി അവർക്ക് എത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൻ്റെ ആഗമനം ഏസ് ഓഫ് പെന്റക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ കരിയർ ആയിട്ടുള്ള ചിന്തകളിലേക്ക് കൊണ്ടുപോകാനും, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവാനും, സ്ട്രെങ്ത് ഇല്ലെങ്കിൽ സ്ട്രെങ്ത്തിലേക്ക് വരാനും. ടെമ്പറൻസ് കാർഡുണ്ട്. പേജ് ഓഫ് സോർട്സ് കാണിക്കുന്നത് നിങ്ങൾക്ക് പാസ്റ്റിൽ ഒരുപാട് കണക്കുകളുണ്ട്. ആ ഒരു പാസ്റ്റിനെ ഓർമ്മിപ്പിച്ച് തരാനും ആ ഒരു കണക്കുകൾ സെറ്റിൽമെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇവരുടെ എൻട്രി. ആൻഡ് നിങ്ങൾ തമ്മിലൊരു ഫ്യൂച്ചർ ഉണ്ടോ? ഡെഫിനറ്റ്ലി സൺ കാർഡ് ഉള്ളത് കൊണ്ട് ഫ്യൂച്ചർ ഉണ്ട്. പക്ഷേ ആ ഫ്യൂച്ചർ വരുന്നത് എങ്ങനെയായിരിക്കും? ട്രാൻസ്ഫോർമേഷൻസ്, ഡെത്ത് ട്രാൻസ്ഫോർമേഷൻസ്, പാഠങ്ങൾ പഠിച്ച് നിങ്ങളെ കണ്ടുപിടിച്ച്, നിങ്ങൾ അവരില്ലെങ്കിലും അവരുണ്ടെങ്കിലും ഹാപ്പി ആണെന്ന സ്റ്റേജ് എത്തുമ്പോൾ ആണ് നിങ്ങൾ തമ്മിൽ ആ ഒരു യൂണിയൻ പോസിബിലിറ്റി വരും. നിങ്ങൾ മേ ബി എബ്രോഡൊക്കെ പോകാനോ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ലൈഫിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അവരിലേക്കാൾ കൂടുതൽ ചോയ്സ് ഈ ഒരു ഓപ്പർച്യൂണിറ്റീനെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഡിവൈന് മനസ്സിലാവാം ഇവർ കണ്ടൻ്റ് ആയിട്ടുണ്ട്, ഇവർക്ക് ചേഞ്ചസ് വന്നിട്ടുണ്ട്, അപ്പോൾ ഇവർക്ക് യൂണിയൻ കൊടുക്കാം. ആ സമയത്താണ് നിങ്ങൾക്ക് യൂണിയൻ വരും. മേ ബി നിങ്ങൾ യൂണിയൻ ഒരു 19 എന്ന് പറയുന്ന ഒരു ഡേറ്റിലായിരിക്കാം കേട്ടോ. മേ ബി 19 മാസം ആയിരിക്കാം, മേ ബി 1 ഇയറിന് ശേഷമൊക്കെ ആയിരിക്കും. ഡെത്ത് കാണിക്കുന്നത് നല്ല ചേഞ്ചസ് ആണ്, ട്രാൻസ്ഫോർമേഷൻസ് ആണ് കാണിക്കുന്നത്. ഈ എനർജിയിൽ നിൽക്കാതിരിക്കുക, ഇതിൽ നിന്ന് കടന്ന് പോരുക കേട്ടോ. സ്ട്രെങ്ത് റൂട്ട് ചക്രയിൽ വർക്ക് ചെയ്യുക. എല്ലാ ചക്രാസിലും വർക്ക് ചെയ്യാവുന്നതാണ്. സോളാർ പ്ലെക്സസിലും വർക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളെ കണ്ടുപിടിക്കുന്ന സമയമാണ്. അപ്പോൾ ഹീലിങ്സിനോടൊക്കെ പ്രത്യേക ഇൻട്രസ്റ്റ് വരുന്നുണ്ടായിരിക്കും. ടാരോ റീഡിങ്സ് അഡിക്ഷൻസ് ആവണ്ട. പക്ഷെ നിങ്ങൾക്ക് ടാരോ റീഡിങ് കാണുമ്പോൾ ഞാനൊക്കെ ഇങ്ങനെ കുറേ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ചുമ്മാ പൊലിപ്പിച്ച് പറയാറില്ല. എന്താണോ നിങ്ങൾക്കുള്ള റീഡിങ്ങിൽ കൂടെ സൊല്യൂഷൻസ് പറയാറുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ ആ ഒരു ലൈറ്റിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചാനൽസൊക്കെ കേൾക്കുക. ഹെർമിറ്റ് മോഡ് നിങ്ങളെ കണ്ടുപിടിക്കാൻ കുറച്ച് നാളൊന്നും സെലിബസി ലൈഫിലൂടെ പോകുന്നത് വളരെ നല്ലതാണ്. കാരണം ഒരുപാട് എനർജി ടാങ്കിൾസൊക്കെ വരുമ്പോൾ ഒരുപാട് വരുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് അതിൻ്റേതായിട്ടുള്ള എനർജി വന്ന് തട്ടുമ്പോൾ ഒരു ലാഗ് വരുന്നുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി കുറച്ച് എനർജിയിൽ നിന്ന് കടന്നു വരിക. ഒന്ന് സെലിബസി ലൈഫിലൂടെ പോകാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. സെലിബസി ലൈഫിലൂടെ പോകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഡിവൈൻ പവേഴ്സൊക്കെ ലഭിക്കും. എനിക്കൊക്കെ അങ്ങനെയാണ് 6 കൊല്ലമായിട്ട് സെലിബസി ലൈഫാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഡിവൈൻ പവേഴ്സും കാര്യങ്ങളും എന്താ പറയുക കൂടുതൽ എനർജി വരും. നമ്മൾ ചുമ്മാ ഒരു വേർഡ് പറയുകയൊക്കെ നടക്കുകയാണ്. കാരണം നമ്മളുടെ എനർജി അത്രയും പ്യുവർ ആവുകയാണ്. ഫുഡിലൊക്കെ ശ്രദ്ധിക്കുക, വെജ് ആവുക, അത് കമ്പൽ ചെയ്തിട്ട് വെജ് ആവുന്നില്ല. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പർപ്പസ് വരുമ്പോൾ ആവും. വെജിറ്റേറിയൻ ആയിരിക്കും, എല്ലാത്തിലും ശ്രദ്ധിക്കാൻ തുടങ്ങും, മറ്റുള്ളവരെ ഉപദ്രവിക്കാനൊന്നും പോവില്ല, എല്ലാവർക്കും ബ്ലെസ്സിങ്സ് കൊടുക്കുക, നല്ലൊരു അൺകണ്ടീഷണൽ ലവ് എല്ലാവരോടും നമുക്ക് തോന്നും. അൺകണ്ടീഷണൽ ലവ് ആണ് കേട്ടോ, അല്ലാതെ അവിഹിതമൊന്നുമല്ല. എല്ലാവരോടും ആ ഒരു യൂണിവേഴ്സൽ ലവ് അങ്ങനെ പറയാം. ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ റിയൂണിയൻ പോസിബിലിറ്റി വരുന്നത്. അപ്പോൾ ഈ എനർജിയാണ് നിങ്ങളുടെയെങ്കിൽ കടന്ന് മാറുക കേട്ടോ. ഓക്കെ, അതിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഹെൽത്ത് കണ്ടീഷൻസ് വരും, മേജർ ക്യാൻസറോ അല്ലെങ്കിൽ അങ്ങനത്തെ തളർന്ന് കിടക്കുന്ന സിറ്റുവേഷൻസ്, പാരലൈസസ് ആയ സിറ്റുവേഷൻസ് പോലെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇന്നലെ ഒരു ലൈവിൽ റീഡ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രദർ പറയുന്നുണ്ടായിരുന്നു, ഞാൻ റീഡ് ചെയ്തപ്പോൾ ആക്സിഡൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് കാർഡിൽ കണ്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ അവർക്ക് അപകടം വന്നു, വലിയ കാര്യത്തിൽ വന്നാൽ എന്നാലും അപകടങ്ങളൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞു, ക്യാൻസൽ. അപ്പോൾ
ടാരോ റീഡിങ് എപ്പോഴും എനിക്ക് അത് കറക്റ്റാണ്. ഒരാൾ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോൾ അവർക്കുള്ള കറക്റ്റ് ഗൈഡൻസ് എനിക്ക് കൊടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഞാനല്ല പറയുന്നത്, ഡിവൈനാണ് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഗൈഡൻസസ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത് ശ്രദ്ധിക്കുക. അതൊന്നും നടക്കുന്നില്ല, ഇത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേജറായിട്ടുള്ള വല്ല കാര്യങ്ങളാണ് വരും. ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ എന്നും നമുക്ക് ഈ ആക്സിഡൻറ്റ് ന്യൂസസ്, ഫയർ ആയിട്ടുള്ള എനർജീസും എപ്പോഴും മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും ഓരോ സോൾസും ലീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഈ മരണപ്പെട്ട് പോകുന്ന സോൾസിനൊക്കെ വൈബ്രേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം ആ ഒരു ആങ്സൈറ്റി, പേടിയിലാണ് മരിക്കുന്നത്. പട്ടേന്ന് ആക്സിഡൻ്റ് അല്ല. എല്ലാവർക്കും ബ്ലെസ്സിങ്സ് കൊടുക്കുക. കാരണം എർത്തിൻ്റെ വൈബ്രേഷൻസ് താവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയൊക്കെ മരണപ്പെട്ട് പോകുമ്പോൾ ചിലവരുടെ സോള് വിട്ടു പോവില്ല എന്നൊക്കെ പറയും. അപ്പോൾ അതാണ്. അപ്പോൾ നിങ്ങൾ വീക്കായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ സോൾസാണ് നിങ്ങൾ വന്ന് ട്രാപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തേലൊന്നും പോവാതിരിക്കുക. അങ്ങനെയാണ് ഈ ബ്ലാക്ക് മാജിക് ഒക്കെ പെട്ടെന്ന് ഏൽക്കുന്നത്. നന്നായിട്ട് എനർജി ഉയർത്തിക്കൊണ്ടിരിക്കുക. സോൾട്ട് ബാത്തൊക്കെ എടുക്കുക, ക്ലൻസ് ചെയ്യുക, വേണ്ട സമയത്ത് ഹീലിങ്സ് ഒക്കെ എടുക്കുക. നിങ്ങളുടെ വൈബ്രേഷൻസ് ഉയർത്തിക്കൊണ്ടിരിക്കുക. ഓരോ ഹീലിങ്സിലും വൈബ്രേഷൻസ് ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്. നമുക്ക് നിങ്ങളുടെ ചിറ്റ്സ് നോക്കി വെക്കാം കേട്ടോ. 2 ചിറ്റ്സ് ആണല്ലോ ഇതിൽ വന്നത്. ഐ ലവ് യു എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. സിവിയർ ഹെഡേക്ക് പെയിൻ കണ്ടോ, നമ്മുടെ ഈ ഒരു കാർഡ് കറക്റ്റ് അല്ലേ? സിവിയർ ആയിട്ടുള്ള തലവേദനയും വേദനയോടെ എടുക്കാൻ അവർക്ക് അത്രയും ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവരുടെ. ഒരു കാർഡും കൂടി, ഒരു കമ്മ്യൂണിക്കേഷൻ ബ്ലോക്സ്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ത്രോട്ട് ചക്രയിൽ വർക്ക് ചെയ്യുക. നിങ്ങൾ ഞാൻ എന്നോട് ആദ്യം നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് നോക്കുക. നമ്മൾ തന്നെ നെഗറ്റീവ് സെൽഫ് ടോക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. ഓക്കെ, ഒരു 2 ചിറ്റ്സും കൂടി എടുക്കുക. 5 എണ്ണം 6 എണ്ണം വന്നു. റീയൂണിയൻ ഈസ് നിയർ എന്നൊരു കാർഡ് എഗെയിൻ വന്നിട്ടുണ്ട്. ഈഗോ ക്ലാഷിങ്, ഈഗോ അവർക്ക് ഡെത്ത് നടക്കുന്നുണ്ട്. ഒരു കാർഡും കൂടി ഉണ്ട് കേട്ടോ ലാസ്റ്റത്തെ. എഗെയിൻ സോൾമേറ്റ്സ് എന്ന കാർഡ് കൂടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈഗോ ഡെത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും അവരത്രയും ചത്ത് കെടുക്കുന്ന അവസ്ഥ. കാരണം അത്രയും നാണം കെടുന്നുണ്ടായിരിക്കും. അവരാഗ്രഹിച്ച ആളുകൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന് പല മോശം സിറ്റുവേഷൻസ് വരുമ്പോൾ തകർന്നു പോകുന്നതാണ് കാണുന്നത്. സ്ട്രെങ്ത് കാർഡ്, റൂട്ട് ചക്രയിലൊക്കെ വർക്ക് ചെയ്യാൻ. അപ്പോൾ ഇതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ 2 ഫയലിലും നിങ്ങൾക്ക് റീയൂണിയൻ പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ഈ എനർജി നിൽക്കുമ്പോൾ അത് ലാഗ് ആവുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ വൈബ്രേഷൻസ് ഉയർത്തുക. ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിന് റെസിസ്റ്റ് ചെയ്യാതെ അതിലൂടെ നടന്നു പോവുക. സോൾ സെർച്ച് ചെയ്യട്ടെ. ഹെർമിറ്റ് ആണ് 2025 ആഡ് ചെയ്യുമ്പോൾ 9 ആണ്. ഇതും 9 ആണ്. ഹെർമിറ്റിലൂടെ പോകുന്നതാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. എനർജിയൊക്കെ കൺസേർവ് ചെയ്ത് നിങ്ങളെ അറിയുക. വേറൊന്നിലും 3Dയിലേക്ക് അധികം ഫോക്കസ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്ത് ലൈഫ് ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഇസ് എ റീഡിംഗ് 3-6. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു. പേഴ്സണൽ റീഡിംഗ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുക വാട്സപ്പിൽ. ഇന്ന് റീഡിങ്സ് ഉണ്ടായിരിക്കില്ല, പക്ഷേ നാളേക്ക് വേണ്ടി നിങ്ങൾക്ക് ബുക്ക് ചെയ്തിടാം. ആൻഡ് ട്യൂസ്ഡേ റീഡിങ്സ് ഉണ്ടായിരിക്കില്ല കേട്ടോ. ഓക്കെ, ഫ്രീ അന്ന് എനിക്ക് കുറച്ച് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ടാരോ കോഴ്സിന് വേണ്ടി ഇന്നലെയും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 16th ആണെന്ന് കരുതി 16th വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക. ഓൾറെഡി വേണമെന്നുള്ളവർ കോൺടാക്ട് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്ത് ഗ്രൂപ്പിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഹീലിങ്സിന് വേണ്ടി സബ് കോൺഷ്യസ് ഹീലിംഗ് ഉണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള സംഭവമാണ്. മണിയൊക്കെ നല്ല രീതിയിൽ റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മാറാനുള്ള കാര്യങ്ങളുണ്ട്, ഞാൻ കൊടുക്കുന്നതാണ്. സബ് കോൺഷ്യസ് ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ഉണ്ട്. ഹെൽത്ത് കണ്ടീഷൻസോ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ചക്രാസ് ഇൻബാലൻസ് ആണെങ്കിൽ ഓരോ ചക്രയിലാണ് എനർജി തരുന്നത് ഓരോ ദിവസവും. അങ്ങനെ 7 days ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ഉണ്ടായിരിക്കുക. പിന്നെ നമുക്ക് കർമ്മ ക്ലൻസിങ് ഉണ്ട്. അത് ഞാൻ സെലക്റ്റീവായിട്ടാണ് ചെയ്യുള്ളൂ കേട്ടോ. എല്ലാവർക്കും ചെയ്തു തരുന്നതല്ല, പെയ്ഡാണ്, പക്ഷെ നോക്കി കണ്ടിട്ടാണ് കർമ്മ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ആൻസിസ്ട്രൽ ഹീലിംഗ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ് കേട്ടോ. ആൻഡ് റിലേഷൻഷിപ്പ് ഹീലിംഗ് ഇപ്പോൾ കൂടുതലായിട്ട് ചോദിക്കുന്ന റിലേഷൻഷിപ്പ് ഹീലിംഗ് ആണ്. റിലേഷൻഷിപ്പ് ഹീലിങ്ങിന് വേണ്ടവരും 7 days തന്നെയാണ് ഞാൻ കോഴ്സ് വെക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് ജോയിൻ ചെയ്തിട്ട് റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താവുന്നതാണ്. ഓക്കെ, എന്തും ഒരു എനർജി എക്സ്ചേഞ്ച് ഞാൻ വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് വില്ലിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്താണെന്ന് ഇഷ്യൂ എന്ന് കാണിച്ചു തരും. ഇതാണ് നിങ്ങളുടെ മെയിൻ ഇഷ്യൂ, ഇവിടെ വർക്ക് ചെയ്യുക, ഇത് വർക്ക് ചെയ്താലാണ് മാറുന്നത് എന്ന് പറഞ്ഞു തരാൻ എനിക്ക് സാധിക്കും. ഞാൻ ഹീൽ ചെയ്ത് തരാൻ സാധിക്കും. നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്ന കുറേ ഹീലിങ്സാണ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ബ്ലെസ്ഡ് ആയിട്ട് ഇരിക്കുക. പറഞ്ഞ മെസ്സേജസൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തോന്നുകയാണെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വർക്ക് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലൊക്കെ ചെയ്യുക. അതുപോലെ മാജിക്കിൻ്റെ പ്രാക്ടീസ് ഓൾറെഡി 28 ദിവസത്തിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 100 പേരുടെ അടുത്തൊക്കെ ചെയ്യുന്നുണ്ട്. ബാക്കി നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോ മാജിക് പ്രാക്ടീസ് ചെയ്യുന്നതും നിങ്ങൾക്ക് ഒരുപാട് ഓപ്പണിങ്സ് കൊണ്ടുവരുന്നതാണ് കേട്ടോ. ഓരോ നിങ്ങളുടേതായിട്ട് അറിവില്ലായ്മയിൽ ചെയ്ത് കൂട്ടിയ ഓരോ കർമ്മങ്ങളും ഓരോ ദിവസം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അത് ബ്ലെസ്സിങ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ആ ഓരോ പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് പേര് പ്രാക്ടീസ് ചെയ്ത് ലൈഫിൽ പല കാര്യങ്ങളും അച്ചീവ് ചെയ്തിട്ടുള്ളവരാണ്. ഓക്കെ, സോ താങ്ക് യു.